യുവാക്കൾ എങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി മൂവ്മെന്റിനെ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. പൊതുജനം പറയും. ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളും കയറിയ ഒരു ഇതല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് ഇതേപോലെ എക്സ്പോസ് ചെയ്ത് ബാൻ ചെയ്തത് നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നണം. ഈവൻ ട്വിറ്ററിലും അവരുടെ പ്രൊഫൈൽ കളഞ്ഞത് ഭയങ്കര എന്താ പറയുക, കാരണം യങ്സ്റ്റേഴ്സ് അധികം ഫോളോ ചെയ്യുണ്ടായിരുന്ന ഒരു ട്രെൻഡായിരുന്നു അത്. സോ അത് പെട്ടെന്ന് ബാനായപ്പോൾ എന്തായാലും വളരെ മോശമായി. ഇപ്പോൾ നമ്മളാണെങ്കിലും യൂത്താണ്, അപ്പോൾ ഈ കോക്രോച്ച് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്ത് എന്തോ നല്ല കാര്യമായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യണം. ആസ് ഓഫ് പേഴ്സണലി എനിക്ക് നല്ലതായിട്ടല്ല ഫീൽ ചെയ്യണം. യൂത്തായിട്ട് തുടങ്ങിയ ഒരു പേജാണ്. അപ്പോൾ യൂത്തിൻ്റെ ഓരോ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഒരു പേജായിരുന്നു. അപ്പോൾ മൊത്തത്തിലങ്ങ് ഷട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് തോന്നിയത്. അതായത് നമുക്കിപ്പോൾ നമ്മുടേതായ ആശയങ്ങളുണ്ട്, ഓൾഡ് ജൻ അല്ല. അപ്പോൾ അത് നമ്മൾ പുറത്തോട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ ആണ് മൊത്തം വരുന്നത്. അപ്പോൾ അതിനെ മൊത്തത്തിൽ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മൊത്തത്തിൽ പേടിക്കുന്നു, ജെൻസിനെ പേടിക്കുന്നു. അത് തന്നെ ഭരണകൂടം ജെൻസിനെ പേടിക്കുന്നു. അതെ, കറക്റ്റ്. അതുകൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് അവർ ബാൻ ചെയ്യാനും ഇങ്ങനെ ആക്ഷൻ എടുക്കാനൊക്കെ മുതിരുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവ് എന്ന് പറയുന്നത്. അതിവിടെ ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഗവൺമെൻറ്റിനെതിരോ അല്ലെങ്കിൽ എതിർക്കാം എന്ന് ഗവൺമെൻറ് വിചാരിക്കുന്ന എന്ത് വന്നാലും ഇവിടെ ആദ്യം നടക്കുന്നത് ബാൻ ചെയ്യാന്നുള്ളതാണ്. ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ മേജറായിട്ടുള്ള ഇഷ്യൂസ് എടുത്തിടുന്ന ആൾക്കാരെ എല്ലാ ദിവസവും അവരുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവുന്നതും പിന്നെയും അക്കൗണ്ട് തുറക്കുന്നതും ഇതെല്ലാം സ്ഥിരം കാണാറുള്ളതാണ്. അപ്പം നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല, നമ്മുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉള്ളവർ തരുന്നില്ല, അവരത് മിസ്യൂസ് ചെയ്യുന്നു. CJP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരു മൂവ്മെൻ്റ് ആണ്. അതൊരു വലിയ മൂവ്മെൻ്റ് ഇന്ത്യയിൽ വരും എന്ന് തോന്നുന്നുണ്ടോ? അതെനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് തുടങ്ങിയത് തന്നെ ഒരു ബേസിക്കലി ഒരു മീമിൻ്റെ ഭാഗമായിട്ട് ആ ഒരു റിമാർക്കിനെ ബേസ് ചെയ്ത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതിൻ്റെ ഒരു റിമാർക്കിനെ ബേസ് ചെയ്ത് തുടങ്ങിയതാണ്. ജെൻസി മേ ബി അങ്ങനെ ഉണ്ടാവാം, പക്ഷെ മേജർലി ട്രെൻഡ്സ് ഫോളോ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പ് കഴിയുമ്പോൾ കുറയുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മേ ബി അതിന് അഗൻസ്റ്റ് അങ്ങനെ നടക്കാം. ബട്ട് ലൈക്ക് ഓൺ ഗ്രൗണ്ട് അതെന്തോരം വരും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്രയും ആൾക്കാർ പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്താലേ, അല്ലാണ്ട് നമുക്ക് ഓൺലൈൻ നമുക്ക് എന്തും ചെയ്യാം. ശരിക്കുള്ള ഇത് വരണമെങ്കിൽ ഓൺ ഗ്രൗണ്ട് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റണം. പക്ഷെ അത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം മീം പേജ് അറ്റ്ലീസ്റ്റ് മീംസ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. മേ ബി സംഭവിക്കാം.